ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അങ്ങേക്ക് 5 മിനിറ്റ്. സാർ, ഞാൻ ഈ ധനകാര്യ ബില്ലിനെ പിന്തുണയ്ക്കുകയാണ് സാർ. ഇവിടെ അല്പം മുമ്പ് വളരെ മുതിർന്ന നേതാവായ ശ്രീ രമേശ് ചെന്നിത്തല സംസാരിച്ചപ്പോൾ അദ്ദേഹങ്ങളുടെ മുതിർന്ന നേതാവാണ്, എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ട്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, ഇന്നൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ UDF 100 സീറ്റോടെ അധികാരത്തിൽ വരുന്നു. ഈ തൊട്ടു മുമ്പ് ഞാൻ പറയട്ടെ, തൊട്ടു മുമ്പ് ഈ സംസ്ഥാനത്തൊരു തെരഞ്ഞെടുപ്പ് നടന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ്. ത്രിതല പഞ്ചായത്തിൽ 30 സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 17 സീറ്റും ജയിച്ചത് LDF ആണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു കേരളം വലിയ കടക്കണിയിലാണ് എന്ന്. കേരളത്തിന്റെ കടമെന്ന് പറയുന്നത് കേരളത്തിന്റെ ആകെ GSDPയുടെ 3% താഴെ മാത്രമാണ്. കടം കൂടിയെങ്കിൽ GDPയും വർദ്ധിച്ചു. കേന്ദ്രത്തിൻ്റെത് അത് 6% മുകളിലാണ് എന്നുകൂടി അങ്ങ് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഈയിടെയായിട്ട് എപ്പോഴും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, മിസ്റ്റർ പ്രഭാകരൻ, മിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ധരിച്ചു വശായിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ, സ്ഥാനാർത്ഥി മത്സരത്തിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നവർക്ക് മുൻഗണന കിട്ടുമെന്നോ മറ്റോ. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, കഴിഞ്ഞ തവണ കൈമോശം വന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം തിരിച്ചു പിടിക്കാൻ ഈ മത്സരബുദ്ധി കാണിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് വിനയപൂർവ്വം സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഈ ധനകാര്യ ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഒപ്പം ധനകാര്യമന്ത്രിയുടെ ധനകാര്യ മാനേജ്മെന്റ് വൈഭവത്തെയും ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് സാർ. കാരണം കേരളം ഏറ്റവും അധികം ഞെരുക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ലേ ഇന്ന് കടന്നു പോകുന്നത്. കേരളത്തിന്റെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 20% താഴെ മാത്രമാണ് കേന്ദ്ര സഹായം. 80%-ലധികവും കേരളത്തിന്റെ തനത് റവന്യൂ വരുമാനം. ആനുപാതികമായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏറ്റവും കുറവ് കേന്ദ്ര വിഹിതം കിട്ടുന്നത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കേരളത്തിനാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യം ഉയർന്നു നിൽക്കുകയാണ് സാർ. ഇത്തരമൊരു ദുസ്ഥിതിയിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രധാന ചുമതല ആർക്കാണ്? സംസ്ഥാനത്തിന്. വരുമാനത്തിന്റെ, നികുതി വരുമാനത്തിന്റെ പ്രധാന നേട്ടങ്ങളും അതിലധികം കിട്ടുന്നത് കേന്ദ്രത്തിന്. അപ്പൊ പണ്ടൊരു പഴമൊഴി പറയുന്നത് പോലെ അടിയെല്ലാം ചെണ്ടയ്ക്ക്, പണമെല്ലാം മാരാർക്ക്. ഈ സ്ഥിതിയാണ് സാർ ഇന്ന് വർത്തമാനകാല ഇന്ത്യയിൽ. ഇത് നിൽക്കുമ്പോൾ ഈ നമുക്ക് അർഹതപ്പെട്ട കേന്ദ്ര സഹായങ്ങൾ നിഷേധിക്കുകയും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുകയും വായ്പ എടുക്കുന്നത് നിഷേധിക്കുകയും ഗ്രാന്റ് തരാതിരിക്കുകയും ചെയ്യുന്ന ഈ നയത്തെ ഒന്നിച്ചെതിർക്കണമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷം അതിന് കൂട്ടാക്കാതെ കേരളത്തിന്റെ ഘടികാര്യസ്ഥത എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എനിക്ക് അതേക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് സാർ. അതുകൊണ്ട് പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ഈ നയം പ്രതിപക്ഷം തിരുത്തണം എന്നാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അക്കാര്യങ്ങൾ ദീർഘമായി പോകുന്നില്ല. യോജിച്ച ഒരു പോരാട്ടത്തിന് പ്രതിപക്ഷം മുന്നോട്ട് വരുന്നതാണ് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയോട് എനിക്കൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കാനുള്ളത്, ഈ MLA ഫണ്ടുകളുമായി ബന്ധപ്പെട്ട് ഈ 18% GST ഒന്ന് ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചാൽ അതൊരു വലിയ കാര്യമായി. കാരണം പലപ്പോഴും 10 ലക്ഷം രൂപ MLA ഫണ്ട് അനുവദിച്ചു, അതിന് GST, അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ്, സെൻറ്റേജ് ചാർജ് ഇതെല്ലാം പോയിട്ട് ഫലത്തിൽ ചെലവഴിക്കപ്പെടുന്നത് 6 ലക്ഷമോ 6.5 ലക്ഷമോ. പക്ഷെ ബോർഡ് വെക്കുമ്പോൾ 10 ലക്ഷം രൂപ MLA ഫണ്ട് അനുവദിച്ചു. അപ്പോൾ MLAമാർ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് അടുത്ത മാസം മുതൽ റേറ്റ് റിവിഷൻ വരിക എന്നാണ് മനസ്സിലാക്കുന്നത്, PWD റേറ്റ് റിവിഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പ് 10 ലക്ഷം രൂപ അനുവദിച്ചാൽ 150 മീറ്റർ റോഡ് ടാർ ചെയ്യാമായിരുന്നെങ്കിൽ ഇനി അത് 100 മീറ്റർ ആയിട്ട് ചുരുങ്ങുന്ന സ്ഥിതി കൂടെ ഉണ്ട്. അതുകൊണ്ട് MLA ഫണ്ടുമായി ബന്ധപ്പെട്ട് GST ഒഴിവാക്കുന്നത് കഴിയുമെങ്കിൽ പരിഗണിക്കണമെന്നൊരു അഭ്യർത്ഥന മറ്റ് MLAമാരും അത് പിന്തുണയ്ക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കെടുകാര്യസ്ഥതയും ദുർച്ചലവും പറയുമ്പോൾ മറ്റു നാട്ടിലൊന്നും നടക്കുന്നതൊന്നും ആരും കാണുന്നില്ല എന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ 38 രാജ്യങ്ങൾ സന്ദർശിച്ചതിന് രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് 258 കോടി രൂപ. കർണാടകത്തിൽ മന്ത്രിമാരുടെയും MLAമാരുടെയും എല്ലാ ആനുകൂല്യങ്ങൾ ഉണ്ടാതിരുന്നതിൻ്റെ നേരെ ഇരട്ടിയാക്കി പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ ചെയ്താൽ അതൊക്കെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ, സൗകര്യത്തിന് വേണ്ടിയിട്ട്, ഭരണ മികവിന് വേണ്ടിയിട്ട്, സുതാര്യതയ്ക്ക് വേണ്ടി. ഇവിടെ വരുമ്പോൾ അതെല്ലാം
നേരെ തിരിച്ച് കെടുകാര്യസ്ഥതയാണ് അല്ലെങ്കിൽ ധൂർത്താണ് എന്നുള്ള നിലയിലുള്ള വ്യാഖ്യാനം ഒരു നിലയിലും ശരിയല്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ. ഒറ്റ കാര്യം. എൻ്റെ നിയോജകമണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റിയാണ് ഈരാറ്റുപേട്ട. ആ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് വലിയ അപകീർത്തികരമായ പരാമർശനങ്ങളും ആക്ഷേപങ്ങളും അവിടുത്തെ മുൻ MLA അടക്കമുള്ള ആളുകളുടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് നടത്തുന്നതുണ്ട് സാർ. അത് ഏറ്റവും ഗൗരവമായി കാണണമെന്നും അത്തരം തെറ്റായ ഒരു പ്രചാര വേലയ്ക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്താങ്ങിക്കൊണ്ട് എൻ്റെ വാക്കുകൾ